ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. എല്ലാവരും ചാനൽ കൃത്യമായി വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ നിർത്തിയിരുന്നത് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആര് എന്ന ചോദ്യോത്തരമാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു ആണ്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? 1935 ബോംബെ സമ്മേളനം. ഈ 1935 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? ഫൈസാപൂർ സമ്മേളനം 1937. ഫൈസാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പൊ ചോദ്യത്തിലുള്ള വ്യത്യാസം, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ബോംബെ സമ്മേളനം 1935. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? ഫൈസാപൂർ സമ്മേളനം 1937. ഫൈസാപൂർ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1937 ഫൈസാപൂർ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? MN റോയി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? MN റോയി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് MN റോയി ആണ്. 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി. ഇന്ത്യൻ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? MN റോയി. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? MN റോയി. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണം വേണമെന്ന് ആദ്യമായി പറഞ്ഞ ആരാണ്? MN റോയി. MN റോയിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്: ജനകീയ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരാണ്? 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ്? MN റോയി. ഒന്നുകൂടെ പറയാം. ജനകീയ ആസൂത്രണ പിതാവ് MN റോയി ആണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് ആരാണ്? സ്ഥാപക നേതാവ് ആരാണ്? MN റോയി. 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? MN റോയി. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? MN റോയി. നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. നമുക്കിനി മെയിൻ ഘട്ടത്തിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അപ്പോൾ ചോദ്യം PSCയിൽ മിക്കപ്പോഴും ചോദിച്ചു വരുന്നതാണ്: ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. മറ്റുള്ളവരുടെ പേരുകളൊക്കെ തന്ന് നമുക്ക് കൺഫ്യൂഷൻ തരാം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് എന്ത് അല്ലെങ്കിൽ ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണം തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണം തയ്യാറാക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? വേവൽ പ്ലാൻ 1945. വേവൽ പ്ലാൻ 1945 പ്രകാരമാണ് ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണം തയ്യാറാക്കുവാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭു ആണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചത് 1945 ജൂൺ 14. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ചതെന്നാണ് 1945 ജൂൺ 14. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് ഏതാണ്? സിംല കോൺഫറൻസ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായത്. ക്യാബിനറ്റ് മിഷനിലെ പ്രധാനമായ 3 അംഗങ്ങൾ ആരെല്ലാമാണ്?
പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇത്രയും പേരുടെ പേര് തന്നിട്ട് നമുക്ക് കൺഫ്യൂഷനായിട്ട് ചോദ്യം ചോദിക്കാവുന്നതാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? 3 പേരാണ് ഉള്ളത്. പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. നമ്മൾ കാണാപ്പാടും പഠിച്ചു വെക്കേണ്ട 3 പേരുകളാണ്. ക്യാബിനറ്റ് മുന്നോട്ട് വെച്ച ശുപാർശകൾ. എത്ര ശുപാർശകൾ ക്യാബിനറ്റ് മുന്നോട്ട് വെച്ചു? 2 ശുപാർശകളാണ് ക്യാബിനറ്റ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി ഇന്ത്യ ഒരു പുതിയ ഭരണഘടന രൂപീകരിക്കുക, ഇടക്കാല ഭരണഘടന രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വതന്ത്ര പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഇത്രയുമാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളിൽ പെടുന്ന. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്തി ഇന്ത്യ ഒരു പുതിയ ഭരണ രൂപീകരിക്കുക, ഇടക്കാല ഭരണഘടന രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടത്തുക. ഇത്രയുമാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശയിൽ ഉൾക്കൊള്ളുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്